പെന്തക്കോസ് സഭകളിലും കൺവെൻഷനുകളിലുമൊക്കെ കൂടുതലായി ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ ഈ ചാനൽ ചെയ്തിരുന്നത്. ആ വീഡിയോയ്ക്ക് വളരെ നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. നിരവധി ആളുകൾ വിളിച്ച് സംസാരിച്ചു, നിരവധി ആളുകൾ മെസ്സേജ് ഇട്ടു. ഏകദേശം 3000-ഓളം ആളുകൾ ഇതിനോടകം അത് കണ്ടു കഴിഞ്ഞു. 100 കണക്കിന് കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഈ കമൻറ്റുകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയപ്പോൾ, ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഈ വീഡിയോയ്ക്ക് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം ആളുകളിൽ നിന്നൊരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ പോസിറ്റീവ് കമൻറ്റുകളേക്കാൾ കൂടുതൽ നെഗറ്റീവ് എന്ന് ഞാൻ പറയില്ല, പ്രതികൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു കൂടുതലായിട്ടും ആ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഈ കമൻറ്റുകളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലായൊരു കാര്യം, കൺവെൻഷൻ വേദികളിൽ അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ, ബൈബിൾ ക്ലാസ്സുകളിൽ ക്രിസ്തുവിനെക്കുറിച്ച് എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതലായി അതിനെക്കുറിച്ച് പഠിപ്പിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രസംഗങ്ങളായിരിക്കണം നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു വിഷയമായിരുന്നു നമ്മളതിൽ ചർച്ച ചെയ്തത്, സംസാരിച്ചത്. പക്ഷേ ഒരുപാട് ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുകയുണ്ടായി. തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ നിയമത്തെ നിരാകരിച്ചുവെന്നോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുതിയ നിയമം മാത്രം മതി എന്നോ. അതിലൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു, 24 മണിക്കൂറും ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഒരാളെ കമൻറ്റ് ബോക്സിലിട്ടു. പിന്നെ കുറച്ച് അനാവശ്യമായ രീതിയിലുള്ള കമൻറ്റുകളുമൊക്കെ വന്നിരുന്നു. അത് വികാരമാണല്ലോ ആളുകളുടെ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ പാരമ്പര്യമായി പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യത്തെയും ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് സ്വാഭാവികമായുള്ള ഒരു കാര്യമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഇട്ടത്. അതിലൂടെ നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് ഇത് മാത്രമായിരുന്നു, ക്രിസ്തു ആയിരിക്കണം നമ്മുടെ പ്രസംഗങ്ങളുടെയും ഉപദേശങ്ങളുടെയും അടിസ്ഥാനം, കാതൽ. ക്രിസ്തു ഇല്ലാതെ നമുക്കെന്താണ് വിലയുള്ളത്? അല്ലെങ്കിൽ നമ്മളുടെ അസ്തിത്വം തന്നെ ക്രിസ്ത്യാനി എന്ന ആ ഒരു പദത്തിലാണ്, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന പദത്തിലാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ കൂടുതലായി ക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. ഇത് കൺവെൻഷൻ വേദികളിൽ കാണാത്തത് കൊണ്ടാണ്, അല്ലെ വളരെ ദുർലഭമായി മാത്രം, വിരളമായി മാത്രം പ്രസംഗിക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത്. ആ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അനാവശ്യം വിളിച്ച് പറയുകയാണ്, അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ വന്നിരുന്നു. ഞാനത് അംഗീകരിക്കുന്നു. നിരവധി ആളുകൾ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്, കൺവെൻഷൻ വേദികളിൽ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളതിനെ ഒരു 100% എന്ന കണക്കിലെടുത്താൽ ഈ പറയുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ വചനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ എത്ര ശതമാനം ഉണ്ടാകും? ഞാൻ പറയുന്നു വെറും 5% മാത്രം. നിങ്ങൾക്ക് എതിരഭിപ്രായം പ്രകടിപ്പിക്കാം, പ്രശ്നമില്ല. 5% കൂടുതലുള്ള ആളുകൾ ഉറപ്പായും ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്. വളരെ 5%, 95% വരുന്ന ആളുകളും ശരിയായിരിക്കും. തുടങ്ങുന്നത് ഈ പറയുന്ന പോലെ പുതിയ നിയമത്തിലെ ഒരു വചനം വെച്ചിട്ടായിരിക്കും, ക്രിസ്തുവിനെ വെച്ചിട്ടായിരിക്കാം, ക്രിസ്തു രക്ഷകൻ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ ഇത് അറിയാതെ തെന്നിമാറി പഴയ നിയമത്തിലേക്കും പഴയ നിയമത്തിലെ സംഭവ വികാസങ്ങളിലേക്കുമൊക്കെ ഇത് വ്യതിചലിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കൺവെൻഷൻ വേദികൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നുള്ളത് സഭായോഗങ്ങളാണ്. ഞായറാഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ, പിന്നെ ഇടദിവസമുള്ള വീട്ടു മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കുവാനും ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനെ എത്ര പേർ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിരവധി ആളുകൾ എന്നോട് നേരിട്ട് സംസാരിച്ചതാണ്. എന്നെ ഫോൺ വിളിച്ച് എന്നോട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച കാര്യമാണ് ഞാൻ ആ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അവർക്ക് ആർക്കും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശം ലഭിക്കുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ സത്യസന്ധമായി നമുക്ക് ഈ കാര്യത്തോട് ഇടപെടാം. നമ്മൾ ഈ കാര്യത്തെ കുറച്ചുകൂടെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ നിയമവിശ്വാസികളായിട്ടുള്ള നമ്മൾ
ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതലായി കേൾക്കേണ്ടത്. സാരോപദേശ കഥകളോ അല്ലെങ്കിൽ സദാചാരപരമായിട്ടുള്ള ഒരു മൊറാലിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളോ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, സദാചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് മോശമാണെന്ന് ഞാൻ അപ്പോഴും പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്കതല്ല വേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഭാഗം. നമുക്കതല്ല വേണ്ടത്. നമുക്കതിനും ഉന്നതമായ ഉയർന്ന ഒരു ചിന്താഗതി, ഒരാശയ, ഒരു പ്രപഞ്ചം പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ആശയപ്രപഞ്ചത്തിന് ക്രിസ്തു എന്നാണ് പേര്. ആ ക്രിസ്തുവിനെ കൂടുതലായി പ്രസംഗിക്കുകയും കൂടുതലായി ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ക്രിസ്തു കേന്ദ്രീകൃതമായി നിന്നുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിലേക്കോ പഴയ നിയമ പുസ്തകങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോൾ മാത്രമേ ഈ പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്, ലൈക്ക് യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത്, ആ വന്ന പർപ്പസ് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തെ, ആ ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റ് വിശ്വാസികൾക്കിടയിലും പാസ്റ്റേഴ്സിൻ്റെ ഇടയിലും ഉണ്ട്. ഒരു പൊതുബോധത്തിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷാവസ്ഥ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ നിൽക്കുന്നുണ്ട്. ഇത് അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഘർഷവും ഇല്ല, അത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ന്യായീകരണങ്ങൾ ഒരുപക്ഷെ ഇതിനെ തുടർന്ന് വരാം. ആ ന്യായീകരണങ്ങളെല്ലാം നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ കോൺഫ്ലിക്റ്റ്, ഈ സംഘർഷാവസ്ഥ, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും, പഴയ നിയമത്തിൽ കാണുന്ന യഹോവ എന്ന ദൈവവും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പരിചയപ്പെടുത്തുന്ന പിതാവായ ദൈവവും, പഴയ നിയമത്തിലെ ദൈവം എന്താണ്, ഭീകരനായ, അല്ലെങ്കിൽ പെട്ടെന്ന് കോപിച്ചാലുടനെ ശാപമയക്കുന്ന, നാശമയക്കുന്ന, മനുഷ്യരെ കൊല്ലുവാൻ കൽപ്പിക്കുന്ന, യുദ്ധത്തിന് വേണ്ടി ആളുകളെ സജ്ജരാക്കുന്ന ക്രൂരനായ ഒരു ഗോത്ര ദൈവ സങ്കല്പത്തിൽ നിന്ന് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലേക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, നല്ലവനായ, യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന, ഒരു മനുഷ്യനെ കൊല്ലരുത് എന്ന് മാത്രമല്ല, നിന്റെ സഹോദരനെ മൂഢ എന്ന് പോലും വിളിച്ചുകൊണ്ട് അവനൊരു മാനസിക സംഘർഷമെങ്കിലും ഉണ്ടാക്കിയാൽ നീ നിത്യനരകത്തിന് യോഗ്യനാകും, അല്ലെങ്കിൽ നിത്യനരകം എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെട്ട ഒരു ടേമാണ്. നമുക്ക് ഈ സ്വർഗവും നരകവും ഒക്കെ സംസാരിക്കാം, തുടർന്ന് വരുന്ന സമയങ്ങളിൽ സംസാരിക്കാം. എന്താണ് ഈ നരകം, എന്താണ് സ്വർഗം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തുടർന്ന് വരുമ്പോൾ സംസാരിക്കാം. ഇപ്പം മൂഢ എന്ന് വിളിക്കുവാൻ പോലുമുള്ള ഒരു അനുവാദം പുതിയ നിയമം നമുക്ക് നൽകുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ആശയപരമായ ഒരു സംഘർഷം, ഉപദേശപരമായ ഒരു സംഘർഷം, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആ വ്യത്യാസത്തിലുള്ള ഒരു സംഘർഷമെല്ലാം പഴയ നിയമവും പുതിയ നിയമത്തിനും ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു വാസ്തവമാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ അത്തരത്തിലുള്ളൊരു കപടമായ ഒരു ചിന്താഗതി, അതായത് ഇത് രണ്ടും ഒരുപോലെയാണ് പോകുന്നത്, ഇത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, പഠിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന, ശരിയാണ്, പഠിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്, മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെയും പ്രശ്നമുണ്ട്. പക്ഷേ ഈ സംഘർഷാവസ്ഥ യാഥാർത്ഥ്യമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെതിരായി, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കമൻറ്റുകളിലൂടെ കടന്നുപോയപ്പോൾ എന്നെ വ്യക്തിപരമായ ചിലർ വിളിച്ചു പറഞ്ഞതൊക്കെ അനുസരിച്ച് ഈ ഒരു വിഷയത്തെ ഒരു സീരീസ് ഓഫ് സ്റ്റഡി ആയിട്ട് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരാഗ്രഹം ഉണ്ടായി. അതിൻ്റെ ആദ്യത്തെ ശ്രമമാണ് ഈ വീഡിയോ. കോഡക്സ് ഡീകോഡഡ് എന്ന ഈ സ്റ്റഡി സീരീസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ ഒരു സ്റ്റഡി സീരീസിലൂടെ, ഈ ഒരു പഠന പരമ്പരയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഈ സംഘർഷാവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ബൈബിളിനെ വിമർശിക്കുന്നവർ, ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നവരൊക്കെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം,
അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പക്ഷേ പഴയ നിയമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കൊല്ലുവാൻ കൽപ്പിക്കുന്ന, യുദ്ധത്തിനായി ഒരുക്കുന്ന, സമാധാനമായി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ ആ ലാൻഡ്, അവരുടെ സ്ഥലം, അവരുടെ രാജ്യം പിടിച്ചടക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു ദൈവത്തെയാണ്, യഹോവ എന്ന ആ ദൈവത്തെ പലപ്പോഴും പുതിയ നിയമവുമായി തീർച്ചയായിട്ടും നമ്മൾ ബന്ധിപ്പിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പുതിയ നിയമം വായിക്കുന്ന യേശുക്രിസ്തുവിലൂടെ പരിചയപ്പെടുന്ന ഒരു ദൈവത്തിന് കാതലായ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിലുള്ള ഒരു വ്യത്യാസം വളരെ വിസിബിളായി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ കോൺഫ്ലിക്റ്റുകളുടെ തുടക്കം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയായ ദൈവം ക്രൂരനെന്ന് നമുക്ക് തോന്നുന്ന, യുദ്ധത്തിനായി ആഹ്വാനം ചെയ്യുന്ന, അമാലേക്കരുടെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ശിശുക്കളെയും ജീവനുള്ള ഒന്നിനെയും വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നിർമൂലമാക്കണം എന്ന് പറഞ്ഞ് കോപിക്കുന്ന, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി 10 ബാധകളെ അയക്കുന്ന അത്തരത്തിലുള്ളൊരു ദൈവത്തെ വായിച്ച് നമ്മൾ മുന്നിലോട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഇതാ യേശു ക്രിസ്തു എന്ന പുത്രനായ പിതാവിൻ്റെ പുത്രൻ, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. എൻ്റെ പിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, അദ്ദേഹം ക്ഷമാശീലനാണ്, സ്നേഹിക്കുന്നവനാണ്, എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ്, അംഗീകരിക്കുന്നവനാണ്. അപ്പോൾ യഹൂദന്മാർ മനസ്സിലാക്കിയ, യഹൂദന്മാർ വായിച്ചറിഞ്ഞ പുസ്തകത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു സ്വഭാവമാണ് യേശു ക്രിസ്തു അവതരിപ്പിച്ച ദൈവത്തിൻ്റേത്. ഈ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ 2000 കൊല്ലങ്ങളായി ക്രൈസ്തവ സഭ എവിടെയെല്ലാം നിലനിൽക്കുന്നു, ഏതെല്ലാം രൂപങ്ങളിൽ, ഭാവങ്ങളിൽ ക്രൈസ്തവ സഭ നിലനിൽക്കുന്നു, അവിടെയെല്ലാം ഈ സംഘർഷാവസ്ഥ വളരെ വിസിബിളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നത്? പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകങ്ങളിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യസ്തത കാണുന്നത്? അപ്പോൾ അഭിനവ എയ്ത്തീസ്റ്റുകൾ, നവനിരീശ്വരവാദികൾ കൂടുതലായും ബൈബിളിനെയും ക്രിസ്ത്യാനിറ്റിയെയും ആക്രമിക്കുവാൻ, വിമർശിക്കുവാനൊക്കെ വേണ്ടി എടുക്കുന്ന ഭാഗങ്ങളാണിത്. ഇതിന് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വിശ്വാസികളിൽ നിന്നുണ്ടാകുന്നത്. അവർ പറയുന്ന ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തിൽ തന്നെ വിശ്വാസികളും തിരിച്ച് പ്രതികരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ലേ തോന്നുന്നത്? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പെന്തക്കോസിലായിരുന്ന ഒരു യുവാവ്, പെന്തക്കോസിലെ ചില കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരം കോൺഫ്ലിക്റ്റുകൾ, പിന്നെ ഉപദേശിമാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയി പെന്തക്കോസിൽ നിന്ന് മാറി ഒരു പുതിയ നിരീശ്വരവാദ അനുഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് അവർ ഈ പുസ്തകത്തെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെയോ അതിൻ്റെ ആശയങ്ങളെയോ വിമർശിക്കുമ്പോൾ അത്തരം വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യേശുക്രിസ്തുവിൻ്റെ അനുയായികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആളുകളിലേക്ക് പകരേണ്ട, സുവിശേഷം പറയേണ്ട ആളുകളുടെ കമൻറ്റുകൾ നിങ്ങൾ കാണണം. എത്ര വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ്! എന്തെല്ലാം മോശമായ പദങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിമർശിക്കുന്നവരെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള സംസ്കാരവും കാണിക്കാതെ വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ച്, അനാവശ്യമായ ഭാഷകൾ ഉപയോഗിച്ചൊക്കെ ഇവരിതിന് താഴെ എഴുതുകയാണ്. നിങ്ങൾ ആരെയാണ് ഈ രക്ഷിക്കാനും അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്? ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, ദൈവത്തെ തൊട്ടാൽ നീ വിവരമറിയും. ഇത് തന്നെയാണ് നിരീശ്വരവാദികൾ പറയുന്നത്. ഇത് തന്നെയാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ വിഷയം. അഭിഷിക്തനെ ഒന്നും പറയാൻ പാടില്ല. അനീഷ് കാവാലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ മുഴുവൻ ഇതായിരുന്നു. അതെങ്ങനെയാണ് ഈ പറയുന്നത് പോലെ സങ്കീർത്തനങ്ങൾ വായിക്കുകയല്ലേ,
52-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നിന്റെ ശത്രുക്കളെ നീ വലിച്ചു കീറിക്കളയുന്ന ദൈവമാണെന്ന്. വലിച്ചു കീറിക്കളയുന്ന ദൈവം. അപ്പോൾ കൂടുതലായി പഴയ നിയമത്തോടുള്ള ഈ ഒരു അഭിനിവേശം, പെന്തക്കോസുകാരുടെ ഈ ഒരു അഭിനിവേശം, പഴയ നിയമ പുസ്തകങ്ങളോട്, അതിലെ സംഭവ വികാസങ്ങളോടൊക്കെയുള്ള ഈ ഭ്രമം, അത് അമിതമായി തലയ്ക്കുള്ളിലേക്ക്, ബോധത്തിലേക്ക് ഇത് കയറിക്കഴിയുമ്പോൾ നമുക്കൊരാളോട് ഇങ്ങനെയേ പെരുമാറുവാൻ കഴിയുകയുള്ളൂ. ശത്രുക്കളെ തോൽപ്പിക്കുന്ന, ശത്രുക്കളെ കൊന്നൊടുക്കുന്ന, കീറിക്കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഈ ദൈവത്തെയാണല്ലോ ദാവീദ് സങ്കീർത്തനങ്ങളിലൂടെ, എത്രയോ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളായത്. നിന്നെ പകയ്ക്കേണ്ടവനെ ഞാനും പകയ്ക്കേണ്ടതല്ലയോ, 139 സങ്കീർത്തനം. നിന്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളുമല്ലയോ. അപ്പോൾ ദൈവത്തിനെ കുറിച്ചുള്ള ആ ഒരു എരിവ്, ഞാനതിന് മതവികാരമെന്നേ പറയത്തുള്ളൂ. ആ വികാരം പലപ്പോഴും വ്രണപ്പെടുന്നു. പെന്തക്കോസുകാർക്കിടയിലും ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ കൂടുതലായി പ്രസംഗിക്കണം, ക്രിസ്തുവിനെ കൂടുതലായി പ്രസംഗിക്കണം, പഴയ നിയമമല്ല നമ്മളുടെ പ്രസംഗ വിഷയം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടതിന് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ മുഴുവനും, അല്ലെങ്കിൽ ഭൂരിഭാഗം കമൻറ്റുകളും എനിക്ക് ഉള്ള ഉപദേശങ്ങളും ചിലതൊക്കെ ചീത്തവിളികളും അനാവശ്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഐഡലട്രി എന്നൊക്കെ പറയുന്നത് പോലെ, വിഗ്രഹാരാധന എന്ന് പറയുന്നത് പോലെ, ഒരു ബിബ്ലിയോലട്രി അല്ലെങ്കിൽ പുസ്തകാരാധന, ആ ഒരു തലത്തിലേക്ക് പലപ്പോഴും പെന്തക്കോസുകാർ വഴുതി വീഴുന്നുണ്ട്. പുസ്തകാരാധന, പുസ്തകത്തെ ആരാധിക്കുന്ന ഒരവസ്ഥ, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റിഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, നവീകരണ കാലഘട്ടം. ഈ നവീകരണ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ കിങ് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ക്രൈസ്തവ സഭയിൽ നിന്ന് പിരിഞ്ഞു മാറി ലൂഥറൻ സഭയിലേക്ക്, അല്ലെ സഭ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു ക്രിസ്ത്യൻ മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹം പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങളാണ് ഇദ്ദേഹം തൻ്റെ അനുയായികൾക്ക് നൽകിയത്. സോള സ്ക്രിപ്ചോറ, സോള ഗ്രേഷ്യ, സോള ഫിഡെ, ഇങ്ങനെ ഒരു 2 കാര്യങ്ങളും കൂട്ടുണ്ട്. അങ്ങനെ 5 കാര്യങ്ങൾ. അതിലൊന്നാണ് ഈ സോള സ്ക്രിപ്ചോറ, വചനം മാത്രം, പുസ്തകം മാത്രം. പെന്തക്കോസുകാർക്ക് ആരാധിക്കുവാൻ ഒരു വിഗ്രഹമോ മറ്റ് ആചാരങ്ങളോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കാത്തലിക്സ് യൂസ് ചെയ്യുന്നത് പോലെ, ഓർത്തഡോക്സ് യൂസ് ചെയ്യുന്നത് പോലെയുള്ള കാണത്തക്ക രീതിയിലുള്ള യാതൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവർ കൂടുതലായി ആശ്രയിക്കുകയും അമിതമായി ഒരു അഭിനിവേശം ഈ പുസ്തകത്തോടുണ്ടാകുകയും ചെയ്തതോടുകൂടിയാണ് ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം കിടക്കുന്നത്. അവിടെയാണ് ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം. ഒരു പുസ്തകത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇതിൽ ഒരു വചനമുണ്ട്. ആ വചനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊരു സീരീസ് ഓഫ് പഠനമായിട്ട് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അത് വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്. ഈ തെറ്റിദ്ധാരണകൾ മാറണമല്ലോ. ഒന്നാമത് നമ്മൾ കൊണ്ടു നടക്കുന്ന ബൈബിളിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം. ധാരണ ആദ്യം ഉണ്ടായെങ്കിലല്ലേ ഈ പറയുന്നത് പോലെ അത് ശരിയായ ധാരണയാണോ തെറ്റായ ധാരണയാണോ എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ പുസ്തകത്തിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിനാദ്യം ഒരു തുറന്ന മനസ്ഥിതി ഉണ്ടാകണം. എങ്ങനെയാണ് പുസ്തകത്തെ സമീപിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കേണ്ടത്? ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്ത് ഉപദേശമാണ് ഞാൻ കൈക്കൊള്ളേണ്ടത്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ സൺഡേ സ്കൂളിലുള്ള ഒരു കൊച്ചുകുട്ടി ഈ പറയുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ ശമൂവേലിൻ്റെ പുസ്തകം, 1 ശമൂവേലിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒരു കുട്ടി സൺഡേ സ്കൂളിൽ വന്നു എന്നിരിക്കട്ടെ. ആ കുട്ടി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകനോട് ചോദിക്കുകയാണ്, ഞാൻ അല്ലെങ്കിൽ പൊതുവെ യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾ കണ്ടത് സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണല്ലോ, പക്ഷേ ഇന്നലെ ശമൂവേലിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു അമലേക്കരെ നിങ്ങൾ പോയി കൊല്ലണം, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലണം, ശിശുക്കളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ശത്രുക്കളെ വലിച്ചു കീറി കളയണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ദൈവമല്ലേ? അല്ലേ, എന്തുകൊണ്ടാണ് ഈ ബൈബിളിൽ ഇങ്ങനെ രണ്ടായിട്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൺഡേ സ്കൂൾ അധ്യാപകരെ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? അതിന് നമ്മൾ കണ്ടെത്തിയ ഏറ്റവും മികച്ച ഒരു മാർഗം, ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്
ദൈവത്തിൻ്റെ നീതിയാണ് അതെന്ന്. ദൈവത്തിൻ്റെ നീതി. എന്ത് നീതി? ആളുകളെ കൊല്ലുന്നതാണോ ദൈവത്തിൻ്റെ നീതി? ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ ലാൻഡ് പിടിച്ചടക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നതാണോ ദൈവത്തിൻ്റെ നീതി? ഇസ്രായേലിന് അല്ലെങ്കിൽ അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു എന്നൊരൊറ്റ കാരണത്താൽ ഇസ്രായേലിൻ്റെ കൂടെ അവരുടെ കൊള്ളയ്ക്കും കൊലയ്ക്കും യുദ്ധത്തിനുമൊക്കെ കൂട്ടുനിന്നുകൊണ്ട് കനാന്യരെയും അമാലേക്യരെയും അതുപോലെ തന്നെ മോവാബിരെയും ഒക്കെ കടന്നു ചെന്ന് ആക്രമിച്ച് അവരിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയെ പിടിച്ചെടുക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നതാണോ ദൈവത്തിൻ്റെ നീതി? ഇതാണോ ദൈവത്തിൻ്റെ നീതി? എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? മറ്റു ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അത് യുദ്ധം നടക്കുമ്പോൾ, ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുക, അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പട്ടാളക്കാരനായിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ യുദ്ധത്തിൽ നടക്കുന്ന കൊലകളൊന്നും കൊലകളല്ല, കൊലപാതകമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യുദ്ധത്തിൽ സംഭവിക്കുന്നതാണ് കൊളാറ്ററൽ ഡാമേജ് എന്നൊക്കെ പറയുന്നത് പോലെ യുദ്ധത്തിൽ അത് സംഭവിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് നമ്മൾ ഇതിന് നൽകുന്നത്. പക്ഷേ ഈ ന്യായീകരണങ്ങളൊന്നും ഇതിൻ്റെ ഉത്തരമാകുന്നില്ല. ഇത് ചോദിക്കുന്ന ചോദ്യകർത്താവിൻ്റെ ഹൃദയത്തെ ഇത് കൺവിൻസ് ചെയ്യത്തുമില്ല. കാരണം ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ പ്രാണങ്ങളെ നശിപ്പിച്ചുകൊണ്ടല്ല എന്ന് യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല. അപ്പോൾ യേശു പറയുന്ന ആ നീതിയും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയുടെ നീതിയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നീതിയല്ല ഇവിടുത്തെ വിഷയം. മറ്റൊരു വ്യാഖ്യാനമാണ് ദൈവത്തിന് രണ്ട് മുഖങ്ങളുണ്ട്, ഒന്ന് നീതി, ഒന്ന് സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ നീതിയാണ് പഴയ നിയമത്തിലൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഈ സ്നേഹം മാറ്റിവെച്ചിട്ടാണോ നീതി പ്രകടിപ്പിക്കുന്നത്? അതോ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ഈ നീതിയെ മാറ്റിവെച്ചിട്ടാണോ സ്നേഹത്തെ പ്രകടിപ്പിച്ചത്? അതോ ഇത് രണ്ടും ഒരുപോലെയാണോ കൊണ്ടുപോയത്? ഒരുപോലെയാണ് കൊണ്ടുപോയതെങ്കിൽ ദൈവത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു വലിയ പസിലാണ്. ഇന്നും ബൈബിൾ സ്കോളേഴ്സ് നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുഴഞ്ഞ പ്രശ്നമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ, ഈ സ്റ്റഡി സീരീസിലൂടെ അഡ്രസ്സ് ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റിലൂടെയാണ് എല്ലാ വിശ്വാസികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത് പറയുന്നില്ല, ആളുകൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. സങ്കീർത്തന വായന നമ്മുടെ സഭകളിലെല്ലാം ഉള്ള ഒരു കാര്യമാണ്. സങ്കീർത്തന വായന 150 സങ്കീർത്തനങ്ങൾ, അതിൽ ഓരോ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം അരമണിക്കൂറോ 1 മണിക്കൂറോ ഉണ്ടാകുമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ പോലും അവിടെ ദാവീദിന് ദൈവത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, ദാവീദ് മനസ്സിലാക്കിയ ഒരു കാഴ്ചപ്പാടുണ്ട്. ദാവീദിൻ്റെ ജീവിതം ദുസ്സഹമായൊരു ജീവിതമായിരുന്നു, വളരെ ടഫ് ലൈഫായിരുന്നു ദാവീദിൻ്റേത്. ഒരു രാജാവ് എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം അറിയപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. അദ്ദേഹം അനുഭവിക്കാത്ത വിഷയങ്ങളില്ല, പ്രശ്നങ്ങളില്ല, പ്രതികൂലങ്ങളില്ല. അപ്പോൾ വൈകാരികമായി ഉള്ള സമയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ മുക്കാൽ ഭാഗം, അദ്ദേഹം എഴുതിയിട്ടുള്ള മുക്കാൽ ഭാഗത്തോളം വരുന്ന സങ്കീർത്തനങ്ങളും വൈകാരികമായ നിമിഷത്തിലാണ്. ശൗലിനെ പേടിച്ച് അദുല്ലാം ഗുഹയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം മകനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ, അല്ലെ യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തോക്കുമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരാലും കൈവിടപ്പെട്ടവനായി ഒറ്റപ്പെട്ട് കാട്ടിലോ മേട്ടിലോ ഇരിക്കുമ്പോഴൊക്കെ രചിച്ച സങ്കീർത്തനങ്ങളാണ് നമ്മൾ ഈ വായിക്കുന്നത്. കാരണം ഇതിൻ്റെ പശ്ചാത്തലം വ്യക്തമായി സങ്കീർത്തനങ്ങളുടെ മുകളിൽ, എല്ലാ സങ്കീർത്തനങ്ങളുടെ അല്ലെങ്കിലും ചില സങ്കീർത്തനങ്ങളുടെ മുകളിൽ വ്യക്തമായി അതിൻ്റെ പശ്ചാത്തലം എഴുതും. ഇനി നമ്മൾ ചരിത്രപരമായി അല്ലെങ്കിൽ സ്ക്രിപ്ചറിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഓരോ സങ്കീർത്തനത്തിൻ്റെയും വ്യക്തമായ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയാമോ? വൈകാരികമായ എഴുത്തുകളാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം, ചില സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ചോദ്യങ്ങളും സംശയങ്ങളും ശക്തമാകണം. നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കണം, ഇത് കമ്പയർ ചെയ്യണം. ഈ 39 പുസ്തകങ്ങളും 27 പുസ്തകങ്ങളും തമ്മിലുള്ള ആശയപരമായ സംഘർഷത്തെ നിങ്ങൾ കമ്പയർ ചെയ്യണം. നിങ്ങളതിൽ കൃത്യമായി ഒരു ഡിസിഷനിലേക്ക് എത്തണം. ഇതെങ്ങനെ എടുക്കാം, ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എങ്ങനെ ഒരു പുതിയ നിയമ വിശ്വാസി, ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെയായിരിക്കണം പഴയ നിയമത്തെ കാണേണ്ടത്,
അതിനെ സമീപിക്കേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു വചനം വായിച്ചുകൊണ്ട് ആ ഭാഗത്തിലേക്ക് വരാം, കൂടുതലായിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വചനമെന്ന് പറയുന്നത് 2 തിമോത്തി 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ഈ വാക്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഇനി സംസാരിക്കുവാൻ പോകുന്ന ഈ വിഷയം, അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? 2 Timothy chapter 3 verses 16 and 17. All scripture is God breathed and is useful for teaching, rebuking, correcting and training in righteousness, so that the servant of God may be thoroughly equipped for every good work. അപ്പോൾ 2 തിമോത്തി 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ ഒരു വചനമാണ്. അതിലെ ഏറ്റവും വലിയ രസകരമായൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ബൈബിളിനെയും 39-നെയും 27-നെയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വചനഭാഗത്തിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് മാത്രമേ പലപ്പോഴും ഉപദേശികൾ എടുക്കാറുള്ളൂ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം. ഈ ഒരു വചനം ഇല്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. യഹോവ കൊല്ലുന്ന കാര്യവും ബാധയെ അയക്കുന്ന കാര്യവും ദാവീദ് പറയുന്ന ദൈവത്തെ പോലെ കീറിക്കളയുന്ന ദൈവത്തിൻ്റെ കാര്യവുമൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിവെക്കാമായിരുന്നു, ഈ ഒരു വചനം ഇല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ ഈ വചനം കൊണ്ട് ഒരു വലിയ കുരുക്കിലേക്കാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ വന്ന് പെട്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും? അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം കൊല്ലുവാൻ പറഞ്ഞ വചനങ്ങൾ, ബാധയയച്ച വചനങ്ങൾ, കീറിക്കളയുമെന്ന് പറയുന്ന വചനങ്ങൾ, മറ്റ് രാഷ്ട്രങ്ങളോടുള്ള ദൈവത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും സമീപനങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. തള്ളിക്കളയാൻ കഴിയില്ല ഒരു പുതിയ നിയമവിശ്വാസിക്ക്, ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ അരക്കിട്ടുറപ്പിച്ചത് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലൂടെയാണ് ക്രിസ്തു എന്ന മർമ്മത്തെ നമുക്ക് വെളിവായി തെളിഞ്ഞു കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾ എങ്ങനെ ഈ വചനത്തെ തള്ളിക്കളയും? അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് എന്താണ് ഈ ദൈവശ്വാസീയം എന്നുള്ളതിനെ കുറിച്ച് ആരും പഠിപ്പിക്കത്തില്ല. പൊതുവേ ഉള്ള ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പഴയ നിയമ പുസ്തകങ്ങൾ, അതായത് പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ സങ്കീർത്തന പുസ്തകങ്ങൾ, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ, അതിനകത്ത് ഈ വൈകാരികമായ മുഹൂർത്തങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. വൈകാരികമായ മുഹൂർത്തങ്ങളാണ്. 90-91 സങ്കീർത്തനങ്ങളൊക്കെ നമ്മളെപ്പോഴും വായിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. ഇത് പ്രധാനമായിട്ടും മോശ എഴുതിയ സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ടാണ്, അത് വ്യക്തമാണ് പശ്ചാത്തലം, സഹോദരൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്ന സങ്കീർത്തനമാണ്. നിരവധി മനോഹരമായ വചനങ്ങൾ, കാവ്യാത്മകമായ നല്ല കവിതയാണ് യഥാർത്ഥത്തിൽ 90-ാം സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്. പക്ഷേ ആ സങ്കീർത്തനത്തിലും ചില പ്രശ്നങ്ങളുണ്ട്. ഈ വൈകാരികത, ഇമോഷണലായിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായി ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത്, പഴയ നിയമ പുസ്തകങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിൽ രചിക്കപ്പെട്ട ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. വൈകാരികമായി മുഹൂർത്തങ്ങളിൽ രചിക്കപ്പെട്ടത്. ആ വൈകാരികത, അതിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത അത്തരം വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ പുതിയ നിയമം വൈകാരികത എന്നതിനേക്കാൾ ഉപരിയായി ആത്മാവിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. അവിടെ വികാരമല്ല അവരെ നയിക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. പഴയ നിയമത്തിലുണ്ട് വെളിപ്പാടുകൾ. ഈ പറയുന്ന സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങളിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലും ക്രിസ്തു ഉണ്ട് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. എങ്കിലും
ഈ പറയുന്ന സങ്കീർത്തനങ്ങളിലൊക്കെ ക്രിസ്തു വെളിപ്പെടുന്നുണ്ട്. കൃത്യമായി ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള പ്രവചനപരമായിട്ടുള്ള സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ കൂടുതലായി 150 സങ്കീർത്തനങ്ങൾ എടുക്കുമ്പോൾ അതിൽ കൂടുതലായും നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ വൈകാരികപരമായിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. കോരഹപുത്രന്മാരുടെ വൈകാരികമായ പ്രയോഗങ്ങളാണ്. മോശയുടെ വൈകാരികമായ പ്രയോഗങ്ങളാണ്. ആസാഫിൻ്റെ വൈകാരികമായ പ്രയോഗങ്ങളാണ്. അപ്പം ഈ വൈകാരികത അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എഴുതുമ്പോൾ എക്സാജറേഷൻ കൂടും. എന്തിനെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഈ വൈകാരികം. നമ്മളതുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ തീരുമാനമെടുക്കരുത് നമ്മൾ പറയത്തില്ലേ. ഒരുപാട് ദുഃഖിച്ചിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കരുതെന്ന് പറയത്തില്ലേ. കാരണം ആ സമയത്തൊക്കെ നമ്മളെ നയിക്കുന്നത് ഇമോഷൻസാണ്, നമ്മളെ നയിക്കുന്നത് വികാരങ്ങളാണ്. അവിടെ സാനിറ്റി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ആ വിവേകം എന്ന് പറയുന്നത് പലപ്പോഴും മങ്ങിപ്പോകും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡൊമീനിയൻ ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ കൺട്രോളിലല്ലാത്ത ചില സമയങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങളുണ്ട്. കൺട്രോളിലല്ലാതെ, അതായത് മനുഷ്യൻ വൈകാരികമായി എഴുതി വെച്ച ഭാഗങ്ങളുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ അത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയട്ടെ. അവിടെ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നൽകണം. അപ്പം സ്ഥിരമല്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഉപമകളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാൻ ഒരു കാര്യസ്ഥൻ സ്ഥിരമായ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് നൽകും. ഇനി എന്തുകൊണ്ടാണ് പഴയ നിയമഭാഗങ്ങളിൽ സ്ഥിരമായ ആത്മാവിനെ തരാത്തത്, പുതിയ നിയമഭാഗങ്ങളിൽ സ്ഥിരമായ ആത്മാവ് ഉള്ളതെന്നൊക്കെ അതും ഈ പറഞ്ഞതിൽ വലിയ വിഷയങ്ങളാണ്. 2-3 മണിക്കൂർ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്തത്ര വലിയ വിഷയങ്ങളാണ്. അതും നമ്മൾ തുടർന്ന് സംസാരിക്കും. എങ്കിലും ഇത്ര മാത്രം ഒന്ന് പറഞ്ഞു വിടട്ടെ, ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയും ഈ പറയുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അടി, ചമ്മട്ടി കൊണ്ടുള്ള അടി, ചാട്ടവാറ് കൊണ്ടുള്ള അടി, പല തവണ ജയിലിൽ പോകുന്നു, കൂട്ടു സഹോദരന്മാരിൽ നിന്നുള്ള കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കിടക്കുമ്പോഴും പുതിയ നിയമ എഴുത്തുകാരെ നയിച്ചത് അവരുടെ വികാരമല്ലായിരുന്നു, മറിച്ച് ശക്തമായ വെളിപ്പാടുകളായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തെ വെളിപ്പെട്ട് വരുന്നതിനനുസരിച്ച് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വൈകാരികമായ മുഹൂർത്തങ്ങളെയൊക്കെ മാറ്റിവെച്ച് അവർ എന്ത് ചെയ്യുകയാണ്, ആ റെവലേഷനെയാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. കാരണം വ്യാഖ്യാനിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പല രീതിയിൽ പല മനുഷ്യർ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ ലോകത്തിന് നൽകണമെന്നുള്ള ശക്തമായ ഒരു ബോധ്യം, ശക്തമായൊരു പർപ്പസ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വികാരമല്ല പൗലോസ് അപ്പോസ്തലനെ നയിച്ചത്, വികാരമല്ല പത്രോസിനെ നയിച്ചത്, വികാരമല്ല സുവിശേഷ എഴുത്തുകാരെ നയിച്ചത്, മറിച്ച് അവർ വെളിപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവർ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിൽ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയത്തിലായിരുന്നു അവർ നിന്നിരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമായി എഴുത്തിലുള്ള വ്യത്യാസം. ഒന്ന് വൈകാരികതയിൽ ചേർന്ന് നിന്നുകൊണ്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വൈകാരികമല്ല, അത് കൂടുതലായി സ്പിരിറ്റ് ഗൈഡഡ് ആണ്, കുറച്ചുകൂടി റെവലേഷൻ്റെ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയം എന്ന് പറയുമ്പോൾ ഈ ദൈവശ്വാസീയത്തെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ദൈവശ്വാസീയം, അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ദൈവശ്വാസീയം എന്താണ്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, എന്തായാലും ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, നമ്മൾ വിചാരിക്കുന്ന ദൈവശ്വാസ്യം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ പൊതുവെയുള്ള പെന്തക്കോസുകാരുടെ പൊതുബോധത്തിലുള്ള ദൈവശ്വാസ്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം പറഞ്ഞു നിർത്തുന്നത് വരെയുള്ള വാക്കുകളില്ലേ, അതൊന്നുപോലും വിടാതെ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് ഈ എഴുത്തുകാരെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിച്ചെന്നുള്ളൊരു ചിന്തയല്ല, ഒരു തെറ്റിദ്ധാരണയാണ്
യഥാർത്ഥത്തിൽ ദൈവശ്വാസ്യം എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മുടെ എല്ലാ ഉള്ളിലുള്ളത്. എന്നാൽ അതങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി സീരീസ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവരി വേർഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് എഴുതിപ്പിക്കുക പരിശുദ്ധാത്മാവ്. ഇതിനെ പാസീവ് റൈറ്റിംഗ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എഴുത്തുകാരുടെ ഭാഗത്ത് നിന്ന് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെ അല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അങ്ങനെ അല്ല എങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും? പിന്നെ എന്താണ് ദൈവശ്വാസ്യം എന്ന് പറഞ്ഞാൽ അതിന് ബിബ്ലിക്കൽ സ്കോളേഴ്സ്, ബൈബിൾ സ്കോളേഴ്സ് നിരവധി അഭിപ്രായങ്ങളെയും നിരവധി ഡെഫിനിഷനുകളും നിർവചനങ്ങളെയും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് അവർ മനസ്സിലാക്കിയതല്ല. സഭ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ പറയുന്ന 2026 വരെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്? അതിൽ തന്നെ പ്രധാനമായും 1-ാം നൂറ്റാണ്ടിലെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, പൗലോസ് അപ്പോസ്തലൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തികൾ, അതിനുശേഷം വന്ന അപ്പോസ്തോലിക പിതാക്കന്മാർ, അതിനുശേഷം വന്ന സഭാപിതാക്കന്മാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? സഭാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ ഏകദേശം 2-3 നൂറ്റാണ്ടുകളിലേക്ക് വന്നു. അവിടെയും അവർ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നിരവധി ഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ മോഡേൺ യുഗത്തിൽ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ ബൈബിളിനെ കാണേണ്ടത്? ഈ എല്ലാം ദൈവശ്വാസീയം, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയം എന്ന് പറയുന്ന ആ ഒരു പദത്തെ, ആ ഒരു എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായി, വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഒന്ന് മനസ്സ് വെച്ചാൽ. അതുകൊണ്ട് ആഗ്രഹത്തോടു കൂടി ആയിരിക്കുക. നമുക്ക് ഈ പഠന പരമ്പര തുറന്നുകൊണ്ടേ പോകാം. എന്താണ് ദൈവശ്വാസീയം? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ഓരോ വാക്കുകളും ദൈവശ്വാസീയമാണോ? അതോ ഈ പുസ്തകത്തിൽ ആദ്യോടന്തം പറഞ്ഞിരിക്കുന്ന ആ കേന്ദ്രമായ ആശയമുണ്ടല്ലോ, ക്രിസ്തു എന്ന ആശയം, ആ ആശയത്തിലൂടെ മനുഷ്യർ എഴുതി വെച്ച കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഓട്ടോമാറ്റിക് റൈറ്റിംഗ്, അല്ലെങ്കിൽ പാസീവായിട്ട് മനുഷ്യനിരിക്കുന്നു, മനുഷ്യൻ്റെ കൈപിടിച്ച് പരിശുദ്ധാത്മാവ് എഴുതിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ, അത് പ്രതികൂലമാകട്ടെ അനുകൂലമാകട്ടെ, ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക. താങ്ക് യു.